ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ യഥാർത്ഥത്തിൽ അതിക്രമം ഉണ്ടായോ, അതോ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ഒരു രക്ഷാ മാർഗം കണ്ടെത്താൻ അവർ അഭിനയിച്ചതാണോ എന്നതാണ്. പട്ടാപ്പകല് ഒരു മന്ത്രിയെ 4-5 ചെറുപ്പക്കാർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് രക്ഷ കൊടുക്കാനല്ലേ പോലീസിൻ്റെ വീഴ്ചയല്ലേ ആദ്യം ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അവിടെ ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ ധാരാളം പോലീസ് ഉണ്ട്. അവരെന്തെടുക്കായിരുന്നു എനിക്ക് മനസ്സിലാവുന്നേയില്ല. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാം. ഇങ്ങനെ അക്രമം നടന്നു എന്ന് പറയുകയാണെങ്കിൽ, കാരണം മന്ത്രിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി കൂടെ ധാരാളം പോലീസുകാരുണ്ട്. അപ്പോൾ ഒരു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകല് ഇങ്ങനെ ഒരു അക്രമം നടക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. നടന്നെങ്കിൽ ഇപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടത് അവരുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. കൈയും കഴുത്തും പിടിച്ച് തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. അപ്പോൾ കഴുത്ത് പിടിച്ച് തിരിക്കാനും കൈ പിടിച്ച് തിരിക്കാനും ഒക്കെ ആളുകൾ തള്ളിക്കയറി വരുമ്പോൾ പോലീസ് എന്താ കാഴ്ചക്കാരായി നിൽക്കുകയാണോ? പോലീസിന് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ചുമതലയാണത്. മന്ത്രി ഏത് മനുഷ്യനെ രക്ഷിക്കുക, പ്രത്യേകിച്ച് മന്ത്രിക്ക് ചുറ്റും ധാരാളം പോലീസ് ഉണ്ട്. അവരുടെ വാഹനങ്ങളുടെ മുമ്പിലും പുറകിലും പോലീസ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പോലീസ് എന്തെടുക്കാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒരു വീഴ്ച അവർക്കുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കേണ്ട ആദ്യത്തെ കാര്യം. കാരണം നമ്മുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ നാട്ടിൽ നടക്കണല്ലോ, ആളുകൾ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ടാവും. അതൊരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. ആ തെളിവ് എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയ്ക്ക് ആദ്യത്തെ തെളിവ് വിഷ്വലാണ്, ദൃശ്യമാണ്. CCTV ദൃശ്യം, അല്ലെങ്കിൽ വേറെ ക്യാമറയിൽ എടുത്ത ദൃശ്യം, അല്ലെങ്കിൽ ചാനലുകാരുടെ ദൃശ്യം. അങ്ങനെ ഇതിലിപ്പോൾ ദൃശ്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഞാൻ കണ്ട ദൃശ്യങ്ങളിലൊന്നും ഈ ചെറുപ്പക്കാർ, ഈ KSUക്കാർ ഇവരെ ആക്രമിച്ചായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പ്രതി എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് പോലീസാണ്.